കേവലം ഒരു സെക്കൻഡ് മതി ഒരു തവണ ചൊല്ലാൻ. നേട്ടമോ എത്രയോ വർഷങ്ങൾ നാം ചെയ്യുന്ന നന്മകൾ രേഖപ്പെടുത്തുന്ന, 1000 തിന്മകൾ മായ്ക്കപ്പെടുന്ന ഒരു വലിയ അമൽ. സമയം എത്ര വേണം? ഒരു സെക്കൻഡ് മതി ഒരു തവണ ചൊല്ലാൻ. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഈ പ്രതിഫലം കിട്ടണമെങ്കിൽ ഇൻഷാ അല്ലാഹ് കേൾക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, കേവലം ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ഒരു തവണ ചൊല്ലിയാൽ 1000 നന്മകൾ രേഖപ്പെടുത്തുന്ന, 1000 തിന്മകൾ മായ്ക്കപ്പെടുന്ന ഒരു വലിയ അമൽ. ഇത് എത്ര തവണ ചൊല്ലണം എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള ഒരു ദിക്ർ, അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, താല്പര്യപ്പെട്ടു എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അറിവെത്തിക്കുകയും ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്താനാണിത്. നോക്കൂ, 1000 നന്മകൾ ചെയ്യാൻ എത്ര സമയം വേണം? 1000 തിന്മകൾ മായ്ച്ചു കളയാൻ എത്ര കഷ്ടപ്പാടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കുറഞ്ഞ സമയം കൊണ്ട് തരാമെന്ന് പറഞ്ഞാൽ അത്രയും മഹത്വം ആ ദിക്റിനുണ്ട് എന്നല്ല അർത്ഥം. സുബ്ഹാനല്ലാഹ് എന്നാണ് ദിക്ർ. ഇത് ഞങ്ങൾക്ക് അറിയുന്നതല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകും. സുബ്ഹാനല്ലാഹ് ഞങ്ങളൊക്കെ ചൊല്ലുന്നതല്ലേ? അതെ, ചൊല്ലുന്നതാണ്. പക്ഷേ ഈ സുബ്ഹാനല്ലാഹയുടെ ഈ മഹത്വം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? 1000 നന്മകൾ രേഖപ്പെടുത്തുകയും 1000 തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യുമെന്ന്. നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് എല്ലാ ദിവസവും 100 പ്രാവശ്യം ചൊല്ലുക. എത്ര തവണ? 100 പ്രാവശ്യം. 100 പ്രാവശ്യം ചെല്ലാൻ എത്ര സെക്കൻഡ് വേണ്ടി വരും? 100 സെക്കൻഡ് വേണ്ടി വരും. 1.5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിന് താഴെ. അത്ര സമയം കൊണ്ട് 1000ഉം 2000 നേട്ടങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇനി എന്താ വേണ്ടത്? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകാൻ ഒരു ഭാഗ്യം അതിനുണ്ട് എങ്കിൽ നമുക്ക് ചൊല്ലി തുടങ്ങാൻ കഴിയും. നിങ്ങൾ ചൊല്ലി തുടങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.